അത്രയ്ക്ക് ധൈര്യമുള്ളവന്മാരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കാണിച്ചാലും 1 ലക്ഷം രൂപ ഞാൻ തരാം. ഇപ്പോഴാണ് പിന്നെ ഈ മുദ്രാവാക്യം വിളിക്കുമ്പോൾ കഴുത്ത് വിളിക്കണ പരിപാടിയൊക്കെ ഇപ്പോൾ അടുത്ത് തുടങ്ങിയതാണ്. കാരണം ഇപ്പോൾ ഒരു വണ്ടിയിൽ ഒരാൾ പോകുമ്പോൾ കറുത്ത കൊടി പൊക്കി കാണിച്ച് നമ്മൾ പ്രതിഷേധം ഏർപ്പെടുത്തി അവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഒന്നും സംഭവിക്കുന്നില്ല. ഇപ്പോഴാണ് പിന്നെ ഈ മുദ്രാവാക്യം വിളിക്കുമ്പോൾ കഴുത്ത് വിളിക്കണ പരിപാടിയൊക്കെ ഇപ്പോൾ അടുത്ത് തുടങ്ങിയതാണ്. അല്ലാതെ സത്യത്തിൽ ഒരു കരിങ്കൊടി പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇവർ ഈ ഭരിക്കുന്നവർ പണ്ട് പ്രതിപക്ഷത്തിരുന്നപ്പോൾ അവർ തന്നെ ഏറ്റവും കൂടുതൽ ന്യായീകരിച്ച സമരമുറയാണ്. ഒരു കറുത്ത തുണി ഇങ്ങനെ പൊക്കി കാണിച്ചാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചത് ഇന്നത്തെ മുഖ്യമന്ത്രി തന്നെയാണ്. പക്ഷേ അങ്ങനെ ഒരു പ്രതിഷേധം നടത്തുമ്പോൾ നമ്മൾ കേരളത്തിൽ കാണുന്ന കാഴ്ച എന്താ? പൂച്ചട്ടി വെച്ച് തലയിലടിക്കുക, ഇല്ലെങ്കിൽ ഗൺമാൻ ഇറങ്ങി തല്ലുക, ഇല്ലെങ്കിൽ പാർട്ടിക്കാരിറങ്ങി കൈകാര്യം ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്നവരെ എന്താണ് അവർ രക്ഷാപ്രവർത്തനമാണ് നടത്തിയത്. വണ്ടിയുടെ മുമ്പിൽ ചാടി ആ പിള്ളേർക്ക് വല്ല കാല് മുറിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ അത് തീർത്തും ജനാധിപത്യ വിരുദ്ധമാണ് ആ പ്രസ്താവന ഉൾപ്പെടെ. കരിങ്കോടി പ്രതിഷേധമൊക്കെ ഒരു എന്താ പറയുന്നത്, അതൊക്കെ ഒരു ഏറ്റവും മിനിമലായി നമുക്ക് നമ്മുടെ പ്രതിഷേധം രേഖപ്പെടുത്താൻ പറ്റുന്ന ഒരു സമരമുറയാണ്. അതിനെ തെറ്റു പറയാനൊന്നും പറ്റില്ല. ഈ കഴുത്തുളുക്ക് പറഞ്ഞപ്പോഴാ ആ സമരത്തിന്റെ വീണ ജോർജിനെതിരെയുള്ള വല്ല സമരത്തിന്റെ ദൃശ്യങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ തരാം ഞാൻ പറഞ്ഞിരുന്നു. ആരെങ്കിലും വന്നിരുന്നോ? ആരും വന്നില്ല. അതാ വീണ ജോർജിന്റെ അയൽവക്കക്കാരുണ്ട്, വരുവാണെങ്കിൽ 1 ലക്ഷം കൊടുക്കാൻ തയ്യാറാണോ? ഞാൻ കൊടുക്കാം, പൂർണ്ണമായും കൊടുക്കാം. ഞാൻ അന്ന് എല്ലാ ചാനലുകാരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞതാണ്. ഇവിടെ വെച്ച് വീണ്ടും പറയുന്നു, വീണ ജോർജിനെ KSUക്കാർ ആക്രമിക്കുന്ന ഒരു ദൃശ്യം പുറത്തുവിട്ടാൽ 1 ലക്ഷം രൂപ, എത്ര? 1 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചതാണ്. ഒരു സംശയം വേണ്ട. അതിൻ്റെ മറുപടി പക്ഷേ വന്നതെന്താ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആരും കാണാതെ പ്രതിപക്ഷ നേതാവിൻ്റെ മുട്ടുകാല് തല്ലി ഓടിച്ചാൽ പണം തരുമോ എന്നാണ് അതിൻ്റെ മറുപടി ചോദിച്ചത്. കേട്ടില്ലായിരുന്നോ? എൻ്റെ മറുപടി അങ്ങനെയാണ് ചോദിച്ചത്. അതിനും ഞാൻ പറയുകയാണ്, ഇനി അത്രയ്ക്ക് ധൈര്യമുള്ളവന്മാരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കാണിച്ചാലും 1 ലക്ഷം രൂപ ഞാൻ തരാം. ഈ സംഭവം നടന്നത് തന്നെ ഇനി ഈ ക്യാമറകൾ ഇല്ലാത്തൊരു സ്ഥലത്തായിരുന്നു എന്തൊക്കെ സംഭവിക്കുമായിരുന്നു കേരളത്തിൽ? എന്തൊക്കെ സംഭവിക്കുമായിരുന്നു? ഉറപ്പായും കേരളം മുഴുവൻ അടിച്ച് പൊളിച്ച് ആളുകളെ ആക്രമിച്ച്, അല്ലാതെ തന്നെ വടകര ബോംബെറിഞ്ഞു, വടകര റീത്ത് വെച്ചു, വടകര ആക്രമണം നടത്തി, കുന്നമംഗലത്ത് പഞ്ചായത്ത് പ്രസിഡന്റിനെ അടിച്ചു, എത്രയോ പാർട്ടി ഓഫീസുകൾ ആക്രമിക്കപ്പെട്ടു. എന്താണ് 16 ക്യാമറകൾ, നിങ്ങളുടെ ഉൾപ്പെടെ 10-11 ചാനൽ ക്യാമറകൾ, പിന്നെ മന്ത്രിയുടെ 2-3 റീൽസ് ക്യാമറക്കാർ, ഇവരെല്ലാവരും കൂടി അതുകൊണ്ട് 10-16 ക്യാമറക്കാരുണ്ടായിട്ട് അതിൽ ആരാണുള്ളത്? കൈരളി ചാനലും ദേശാഭിമാനി പത്രത്തിൻ്റെ ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും ഉണ്ടായിരുന്ന സ്ഥലത്ത്, RPFൻ്റെ CCTV ഉള്ള സ്ഥലത്ത് ഇത്രയും പേര് കാണാതെ അദൃശ്യമായിട്ട് മന്ത്രിയുടെ കഴുത്തിനിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ